മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാമിസ് ആണ്. യെസ്, നമ്മുടെ 6ാം ക്ലാസ്സിന്റെ സിലബസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അല്ലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അഥവാ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ മെസപ്പൊട്ടോമിയ? 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണല്ലേ. നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. നോക്കിയാലോ, യെസ്, ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് അല്ലെ. നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് 2 നദികൾ? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. 2 നദികൾ അതാണ് കേട്ടോ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ദിസ് റീജിയൻ ലൈസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവേഴ്സ്. ദിസ് റീജിയൻ പ്രസന്റ്ലി പാർട്ട് ഓഫ് ഇറാഖ്. ആ ഒരു ഭാഗം ഇപ്പോൾ ഇറാഖിന്റെ ഭാഗം കൂടിയാണ്. അതായത് 2 നദികൾ എന്ന് പറയുമ്പോൾ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അതായത് എന്താ, ഇന്നത്തെ ഇറാഖിന്റെ എന്താണ് ഭാഗമാണ് ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ. 4 സിവിലൈസേഷൻ, 4 സംസ്കാരങ്ങൾ കൂടി ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്നറിയോ? സുമേറിയൻ, ബെബിലോണിയൻ ആൻഡ് അസേറിയൻ ആൻഡ് കാൽഡിയൻ. അതായത് നമ്മൾക്കൊരു കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ സുമേച്ചി ബേബീനെ എന്താണ് അസലായിട്ട് എന്താക്കി? ചവിട്ടി അല്ലെങ്കിൽ എന്താണ്, കാലടിച്ചു പൊട്ടിച്ചു. ഓക്കെ, സുമേച്ചി ബേബീനെ അസലായിട്ട് കാലടിച്ചു പൊട്ടിച്ചു. ഓക്കെ, സുമേച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ സുമേറിയൻ സിവിലൈസേഷൻ പഠിക്കുക. സുമേച്ചി ബേബീനെ ബെബിലോണിയൻ. ഓക്കെ, ദെൻ അസലായിട്ട് അസീറിയൻ. ദെൻ എന്താണ്, യെസ്, അടുത്തത് കാൽഡിയൻ, കാലടിച്ചു പൊട്ടിച്ചു. ആ ഒരു കോഡ് വെച്ചിട്ട് പഠിച്ചോ. 4 സിവിലൈസേഷൻ, കുഞ്ഞു സിവിലൈസേഷൻ കൂടി ചേർന്നതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഓക്കെ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ആദ്യമായിട്ട് നമുക്ക് മെസപ്പൊട്ടോമിയയിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തിയത് സുമേറിയക്കാരായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ആ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗാഷ് തുടങ്ങിയവ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട ഒന്നാണ്, അവരുടെ എഴുത്തുവിദ്യയെ വിളിക്കുന്ന പേരാണ് ക്യൂണിഫോം ലിപി എന്ന് പറയും. ഓക്കെ, ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ വാസ് നോൺ ആസ് ക്യൂണിഫോം. ഓക്കെ, മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്തുവിദ്യയെ വിളിക്കുന്ന പേരാണ് ക്യൂണിഫോം എന്ന് പറയുന്നത്. ഇതാണ് ക്യൂണിഫോം ലിപി. അതായത് 4 ഭാഗം എന്താണ്, വെഡ്ജ് ഷേപ്പ്ഡ് കേട്ടോ. വെഡ്ജ് ഷേപ്പ്ഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ആപ്പിൽ ആ ഒരു ആപ്പ് ഫോണിൽ കാണൂലേ, ആ ഒരു ഷേപ്പാണ് എന്താ ഈ ഒരു ക്യൂണിഫോം ലിപിക്ക് ഉള്ളത്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് ഫലകങ്ങളിലാണ് ഇത് എഴുതുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലേക്ക് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈറത്തണ്ടുകളാണ്. മുള കൊണ്ടുള്ള ഈറത്തണ്ടുകൾ. മുളയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ച് എന്താണ് വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ടാണ് ഈ ഒരു കളിമൺ ഫലകങ്ങളിൽ എഴുതാറുള്ളത്. ഓക്കെ, നോക്കിക്കോ. ഈ ലിപി കൊണ്ടുവന്നത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. ദ സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. ദെൻ ആപ്പിന്റെ ആകൃതി, അതായത് വെഡ്ജ് ഷേപ്പ്ഡ് ആണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. വെഡ്ജ് ഷേപ്പാണ്. ദെൻ കളിമൺ ഫലകങ്ങളിലാണ് ഈ ക്യൂണിഫോം ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. അഥവാ എന്താണ്, ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ഓക്കെ, കളിമൺ ഫലകങ്ങൾ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഫലകത്തിലാണ് ഈ ഒരു ഈറത്തണ്ട് വെച്ചിട്ട് അവർ എഴുതുക കേട്ടോ. ഓക്കെ, ആ ഒരു മുളല്ലേ നമ്മുടെ മുള, അതിങ്ങനെ കൂർപ്പിച്ച് വെള്ളത്തിൽ മുക്കിയിട്ടൊക്കെയാണ് എഴുതുക. ദേ യൂസ്ഡ് പോയിന്റഡ് റീഡ് സ്റ്റിലേഴ്സ് എന്താണ്, ഈറത്തണ്ടുകൾ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്ലേ ടാബ്ലറ്റ്സ്, അതായത് ഈ ഒരു കളിമൺ ഫലകങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെസപ്പൊട്ടോമിയക്കാരുടെ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, സയൻസിലും മാത്തമാറ്റിക്സിലും ലോയിലും ഒക്കെ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിലുള്ള കോൺട്രിബ്യൂഷനാണ് ലൂണാർ കലണ്ടർ അഥവാ ചാന്ദ്രപഞ്ചാക്കം. ഇതൊരു റിലീജിയസ് കലണ്ടറാണ്. ഇത് നമ്മുടെ റംദാനൊക്കെ അടുക്കുന്ന സമയത്ത് ഈ ഒരു കലണ്ടറിൽ അങ്ങനത്തെ ഫെസ്റ്റിവൽസ് ഒക്കെയാണ് ഈ ഒരു കലണ്ടറിൽ ഉണ്ടാവുക. ഒന്ന് ലൂണാർ കലണ്ടറാണ്. മറ്റൊന്ന് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി കാൽക്കുലേറ്റഡ് ദ സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ്. ഓക്കെ, അതായത് ഇതൊക്കെ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയത് ഇവരാണ്. ദെൻ ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഹരണവും ഗുണനവും ഒക്കെ എന്താണ് മെസപ്പൊട്ടോമിയക്കാര് മാത്സിൽ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇനി ലോയിൽ വരികയാണെങ്കിൽ എന്താണ്, സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലത്താണ് ഈ ഒരു നിയമസംഹിതകളൊക്കെ എന്താണ് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ നിയമങ്ങളൊക്കെ പരിഷ്കരിച്ചിട്ട്, ഓക്കെ, അതായത് ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ടത്. ഇതൊക്കെ പരിഷ്കരിച്ച്
കുറിച്ചാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത ഉണ്ടായത്. എന്താണ്? യെസ്, ദ കോഡ് ഓഫ് ഹമ്മുറാബി. ലോയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് ദ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് ഈ ഹമ്മുറാബി? ഹമ്മുറാബി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു കേട്ടോ. ബാബിലോണിയൻ, അതായത് മെസപ്പൊട്ടോമിയ പറഞ്ഞില്ലേ 4 സിവിലൈസേഷൻ കൂടി ചേർന്നാണ്, അതിലൊന്ന് ബാബിലോണിയൻ ആയിരുന്നു അല്ലെ. ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബി ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു നിയമസംഹിത കൊണ്ടുവന്നത്. അതായത് ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ ഒരു ലോ ആണിത്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ് ഇതിന്റെ ശിക്ഷാരീതി എന്ന് പറയുന്നത്. കണ്ണടിച്ചാൽ കണ്ണടിച്ചു പൊട്ടിക്കും, പല്ലിന് പല്ല്, അങ്ങനെയായിരുന്നു പ്രതികാരം, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഈ ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നത്. ഓക്കെ, ദിസ് കോഡ് ഓഫ് ലോ ദാറ്റ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ബാബിലോണിയൻ റൂളർ ഹമ്മുറാബി. ഓക്കെ, ഹമ്മുറാബിയുടെ ഭരണകാലത്ത് നടന്നിരുന്ന ഒരു നിയമസംഹിതയായിരുന്നു ഇത് കേട്ടോ, ഒരു കോഡ് ഓഫ് ലോ ആയിരുന്നു ഇത്. ഓക്കെ, ദെൻ മറ്റൊന്നാണ് മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ, പ്ലേസ് ഓഫ് വേർഷിപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? സിഖുറാത്തുകൾ എന്ന് വിളിക്കുന്നത്. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളെയാണ് സിഖുറാത്തുകൾ എന്ന് വിളിക്കുന്നത്, പ്ലേസ് ഓഫ് വേർഷിപ്പ് ആണ്. മറ്റൊന്നെന്താണ്? പ്രധാനമായും നഗരങ്ങളിലാണ്, സിറ്റീസിലാണ് ഈ ഒരു സിഖുറാത്തുകളൊക്കെ കാണപ്പെടുന്നത്. ഇഷ്ടികകൾ കൊണ്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. They were made bricks. Then സിഖുറാത്ത് in the city of Ur in still preserved. Okay, അതായത് ഉർ നഗരത്തിലെ സിഖുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്ലേസ് ഓഫ് വേർഷിപ്പ്, സിഖുറാത്ത് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ്. ഓക്കെ, ഇഷ്ടിക കൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഉർ എന്ന നഗരത്തിലെ സിഖുറാത്ത് ഇന്നും ഫേമസ് ആണ്, ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ മക്കൾ പഠിക്കേണ്ടത്. അങ്ങനെ ഇനിയും നമുക്ക് ബാക്കി 3 സിവിലൈസേഷൻ ഉണ്ട്. അതിനൊക്കെ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും.